ഏഞ്ചൽ ബിൻ്റെ ബെഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കൈ ടോപ്പ് തയ്ക്കാനായിട്ട് തുണി തരുമ്പോഴുണ്ടല്ലോ, ചിലപ്പോൾ മിക്കവാറും ചില തുണിയെ കൈ തികയാതെ വരും. അപ്പോൾ അവർ 3/4 കൈ വെക്കാൻ പറഞ്ഞാലും മുട്ടിന് താഴെ ഇറക്കത്തിൽ വെക്കാൻ പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് തികയത്തില്ല. നമ്മൾ പറയും ചിലപ്പോൾ മുട്ടിൻ്റെ അവിടം വരെയുള്ളൂ, അല്ലെങ്കിൽ മുട്ടിന് 8 ഇഞ്ചേ കിട്ടത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറയും, തികയാതെ വരും. ഇത് തന്നെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 13 ഇഞ്ചാണ്. തയ്യലൂടെ കൂട്ടി 13 ഇഞ്ചാണ്. പക്ഷെ നമുക്ക് അത്രയല്ല വേണ്ടത്, നമുക്കൊരു 16 ഇഞ്ചെങ്കിലും വേണം. അപ്പോൾ എന്തെടുക്കല്ലേ, 15 ഇഞ്ചെങ്കിലും വേണം, എന്നാലേ മുട്ടിന് താഴെ നിൽക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്തെടുക്കണമെന്നറിയോ, ഈ കിട്ടിയിടത്തോളം തുണി വെട്ടിയെടുത്തതിന് ശേഷം പാൻറ്റിൻ്റെ പീസ് അല്ലെങ്കിൽ വേറെ ഇതിന് മാച്ചിങ് ഉള്ള പാൻറ് ഇല്ല എങ്കിൽ മാച്ചിങ് ഉള്ള തുണി എടുക്കണം. വെട്ട് തുണിയിൽ നിന്ന് എടുത്തിട്ട് അത് ഇതിനോട് ജോയിന്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ ടോപ്പിൽ നിന്ന് ബാക്കി ബാലൻസ് കിട്ടുമല്ലോ, അതുകൂടി ഇതിൽ ചേർത്ത് വെച്ചേക്കണം. ഇത് തുണിയാണ്, ഇത് പാൻറ്റിൻ്റെ പീസാണ്. ഇത് ചേർത്ത് വെച്ച് ഒരു പൈപ്പിങ് പോലെ വെച്ചിട്ട് അതിൻ്റെ മോളിൽ വേണം നമ്മൾ അടുത്ത പടി പിടിപ്പിക്കാൻ. ഈ പടി എപ്പോഴും രണ്ടായിട്ട് മടക്കിയിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. ആ മടക്ക് താഴെ വരണം. അപ്പം നമുക്കിത് തയ്ച്ചുകൊണ്ട് വരാം. അപ്പോൾ തന്നെ ഈ പാൻറ്റിൻ്റെ പീസ് ഞാനിത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പടിയും പിടിപ്പിച്ചു. ഇത് രണ്ടായിട്ട് മടക്കിയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ തയ്യലൊന്നും കാണത്തില്ല അതിൻ്റെ ഭാഗത്ത്. എന്നിട്ട് നമ്മളിനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു അടി അടിക്കണേ. മുകളിൽ കൂടെ അടിച്ചേ. ഇനി നമുക്ക് അടുത്ത കൈയും തയ്ച്ചുകൊണ്ട് വരാം. അപ്പോൾ തന്നെ നമ്മൾ ഈ കൈകൾ രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. രണ്ട് കൈയും തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കം കുറവാണെങ്കിലും നമ്മൾ പേടിക്കേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം ഇത് പാൻറ്റിൻ്റെ പീസാണ്. പാൻറ്റിൻ്റെ പീസ് എടുത്ത് പിടിപ്പിച്ചതിന് ശേഷം ഈ പടിയും പിടിപ്പിക്കുക. ഇത് ഈ ചുരിദാറിൻ്റെ പീസാണ് തേണ്ടത്. ഇതിങ്ങനെയും പിടിപ്പിക്കുക. അപ്പോൾ അതൊരു ഭംഗിയാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കറണ്ട് പോയോടെ യോടി, എനിക്ക് പണി ചെയ്യണമല്ലോ. എന്നിട്ട് അപ്പുറത്തൊക്കെ ഉണ്ടോടെ? ആരും അല്ല, വേണ്ട ഗീതയുടെ അവിടെ ശബ്ദം കേൾക്കുന്നു. നോക്കി ഇറങ്ങി. ഗീതയുടെ അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്.